ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ സോഫ്റ്റായ നെയ് ചപ്പാത്തിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഇതുപോലെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വളരെ സോഫ്റ്റായ നെയ് ചപ്പാത്തി എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കണമെന്ന് ഒന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ ചപ്പാത്തി തയ്യാറാക്കാനായിട്ട് 3 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ഗ്ലാസ് പാലും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് നല്ല സോഫ്റ്റായ രീതിയിൽ കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. എത്രയും കൂടുതൽ സമയം നമ്മളിത് കുഴച്ചെടുക്കുന്നു അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ചപ്പാത്തി. അപ്പം നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് കൈവിടാതെ കുഴച്ചുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് ഇതിന് മേലെ കുറച്ച് ഓയിലൊന്ന് തൂവി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമുക്കിത് മൂടി വയ്ക്കാം. ഇപ്പം നമ്മൾ ഇതിനുള്ള കറിയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എടുത്തത്. അപ്പോൾ ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ ഈ ചപ്പാത്തിയുടെ മാവ് നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടി 2 മിനിറ്റ് ഇത് കുഴച്ചതിന് ശേഷം നമുക്കിനി ചപ്പാത്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഗ്ലാസ് പേപ്പറാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചപ്പാത്തി മാവ് ഇട്ടിട്ട് ഒന്നും കൂടി വലിച്ചൊന്ന് കുഴച്ചെടുക്കാം. എത്രയും മാത്രം നമ്മളിത് കുഴയ്ക്കുന്നു അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ചപ്പാത്തി.
ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി വെക്കാം. എല്ലാം ഞാനിത് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം ഞാൻ സാധാരണ ചെയ്യാറുള്ള പോലെ PVC പൈപ്പ് വെച്ചാണ് ഞാൻ ചപ്പാത്തി സാധാരണ ഉണ്ടാക്കാറ്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുവാണ്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല നൈസായിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടും. സാധാരണ നമ്മൾ ഫുൾക്ക ചപ്പാത്തി തയ്യാറാക്കുമ്പോൾ ഇത്തിരി തടിപ്പിലാണ് നമ്മൾ പരത്താറ്. പക്ഷേ ഇത് നമ്മൾ എത്ര നൈസാക്കി പരത്തിയാലും ഇത് നല്ലതുപോലെ പൊള്ളച്ച് വരും. ഇപ്പോൾ കാണാം നിങ്ങൾക്ക്. ആദ്യം തവ നല്ല ചൂടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബബിൾസ് വന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചപ്പാത്തി ഒന്ന് അനക്കി കൊടുക്കണം. തിരിച്ച് കൊടുക്കുക. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല സോഫ്റ്റായ ചപ്പാത്തിയാണ്. അതുമല്ല നെയ്യുമൊക്കെ ചേർന്നുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചപ്പാത്തി ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 2-3 ചപ്പാത്തി നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല നെയ്മയവും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായ ചപ്പാത്തിയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.